സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാർ ദേഷ്യപ്പെടാനേ പാടില്ല. സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാർ ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യാനേ പാടില്ല. ഞാൻ ഈ ഇടയ്ക്ക് കേട്ട ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം അത്. അതായത് ഒരു കർണത്ത് അടി കൊണ്ടാൽ അടുത്ത കരണം കാണിച്ചു കൊടുക്കണം എന്ന് ഈ സമൂഹം മുദ്രകുത്തപ്പെട്ട ഒരു സമൂഹമാണ് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. ഈ ഒരു കർണത്ത് അടി കൊണ്ടാൽ അടുത്ത കരണം കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ നീതിയൊന്നും അല്ല. നിങ്ങളോട് ആരോട് അങ്ങനെ വന്ന് പറഞ്ഞിട്ടുമില്ല. ഒരു സ്പിരിച്വൽ എനർജിയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു കർണത്ത് അടി കൊണ്ടാൽ അടുത്ത കരണം കാണിച്ചു കൊടുക്കണം എന്ന് ഞങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഇമോഷൻസ് വരാണ്ടിരിക്കാൻ മാത്രം, ഈ പറയുന്ന ഫീലിങ്സ് വരാണ്ടിരിക്കാൻ മാത്രം ഞങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന അന്യഗ്രഹത്തിൽ നിന്നും ഇങ്ങനെ ആകാശം വഴി പൊട്ടി ഇങ്ങനെ ഭൂമിയിലേക്ക് വീണ ആൾക്കാരൊന്നുമല്ല. ഞങ്ങളും ജീവിക്കുന്നത് ഈ സാധാരണ ബോഡിയിലാണ്, ഈ പറയുന്ന മനുഷ്യ ശരീരത്തിലാണ്. സോ ഞങ്ങൾക്ക് ഉണ്ടാവും ഈ പറയുന്ന ഫീലിങ്സും ഇമോഷൻസും എല്ലാം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാർ വീക്കാണ്, അവർ തിരിച്ചൊന്നും പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ എങ്ങാനും ദ്രോഹിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈയും അതിനുള്ള ആ വിവരവും നിങ്ങൾ അറിഞ്ഞിരിക്കും. പക്ഷേ ഈ സ്പോട്ടിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കും. പക്ഷേ ഇപ്പോൾ പോട്ടെ, ഇപ്പോൾ ആ വ്യക്തി, ആ സ്പിരിച്വലി നിൽക്കുന്ന ആ വ്യക്തി അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും ആ സ്പിരിച്വൽ എനർജി, അവരുടെ കൂടെ നിൽക്കുന്ന സ്പിരിച്വൽ എനർജി ഈ പറയുന്ന സാധാരണ ഫിസിക്കൽ ലൈഫിലുള്ള ആൾക്കാരോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ ഈ പറയുന്ന സ്പിരിച്വലി നിൽക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കുന്നത് ഏത് എനർജിയാണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല. അത് ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഈ പറയുന്ന ഏത് മൂർത്തിയുടെ ആവാം. ഈ പ്രപഞ്ചത്തിലുള്ള ഏത് മൂർത്തിയുടെ ആ ഒരു എനർജി ആയിരിക്കും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ അവര് ഈ പറയുന്ന ആ സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാർ വളരെ സൗമ്യമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചാൽ പോലും ഈ പറയുന്ന സ്പിരിച്വൽ എനർജി നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ആയുധമാണ് നമുക്ക്. അതായത് മനസ്സിനെ ജയിക്കാൻ പറ്റിയ വലിയൊരു ആയുധമാണ്. നിങ്ങളെന്താ പറയുക, ഈ പറയുന്ന നെഗറ്റീവ് എനർജിയുടെ ഒരു വലിയൊരു അസ്ത്രം ഞങ്ങൾക്ക് നേരെ തൊടുത്ത് വിട്ടാൽ പോലും ഞങ്ങൾക്ക് നിങ്ങളെ ജയിക്കാനായിട്ട്, ഈ പറയുന്ന സ്പിരിച്വാലിറ്റി നിൽക്കുന്ന ആൾക്കാർക്ക്, ഈ പറയുന്ന നോർമലി ഉള്ള മനുഷ്യരെ ജയിക്കാനായിട്ട് വേറൊന്നും വേണ്ട, ഞങ്ങളുടെ സ്പിരിച്വൽ എനർജി തന്നെ ധാരാളം. ഈ പറയുന്ന സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാരെങ്ങാനും അവരുടെ സ്പിരിച്വൽ എനർജി എങ്ങാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കും പിന്നെ നിലനിൽപ്പില്ല. എല്ലാത്തിനും നാശമായിരിക്കും പിന്നീട്, എല്ലാം നശിക്കും എന്നുള്ളതാണ്. അത് ബന്ധങ്ങളുടെ ആയിരുന്നാലും ഈ പറയുന്ന സൗഹൃദ വലയത്തിൻ്റെ ആയിരുന്നാലും എല്ലാത്തിൻ്റെ എതിരാളികളുടെ ആയിരുന്നാലും എല്ലാം അവിടെ സർവനാശമായിരിക്കും. എല്ലാ ബന്ധങ്ങളുടെയും സർവനാശം അവിടെ കണ്ടിരിക്കും. പക്ഷേ സോ ഈ പറയുന്ന സ്പിരിച്വൽ എനർജി ഉള്ള ആൾക്കാരെ, സ്പിരിച്വലി ഉള്ള ആൾക്കാരെ ഒരിക്കലും ദ്രോഹിക്കാതിരിക്കുക. നമുക്ക് സന്തോഷമുള്ള ജീവിതമല്ലേ വേണ്ടത്.